അസ്സലാമു അലൈക്കും. പ്രമുഖ സഹാബിവര്യനും പൗരാണിക അറബി കവിയുമായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു രചിക്കുകയും തിരുനബിയുടെ മുമ്പിൽ വെച്ച് ആലപിക്കുകയും ചെയ്ത ബാനത്ത് സുആദു എന്ന് തുടങ്ങുന്ന നബി കീർത്തന കാവ്യത്തിൻ്റെ മലയാള പദ്യാവിഷ്കാരം. രചനയും അവതരണവും മമ്മൂട്ടി കട്ടയാട്. ഭാഗം 4. في فتية من قريش قال قائلهم ببطن مكة لما أسلموا زولوا വന്നൊരാളവരാമതം സ്വീകരിച്ച നാൾ ചൊന്നയാൾ പോക നാം ദൂരേക്കുടൻ സാലു ഫമാസാല അങ്കാസും വലാ കുശുഫു عند اللقاء ولا ميل معازيل ആയുധമില്ലാത്ത ദുർബലരെങ്കിലും കായഫലം കൊണ്ടെതിരിട്ടു ശത്രുവേ ശുമ്മുല്ലറാനീനി അബ്താലുൻ ലബൂസുഹുമോ മിൻ നസ്ജി ദാവൂദ ഫിൽ ഹൈജാസറാബീലു ദീർഘനസ്തം വീരപുരുഷവേഷാവൃതം പരിചയോ ദാവൂദ് നബി തയ്ച്ചതും ബിലുൻ സവാബിഉ ഖദ് ശുക്കത് ലഹാ ഹലഖുൻ കഅന്നഹാ ഹലഖുൽ കഫ്ആഇ മജ്ദൂലു ഒട്ടും തുരുമ്പില്ലയപ്പടച്ചട്ടകൾ കൂട്ടിക്കൊളുത്തുകൾ കഫ്ആ പോൽ لا يفرحون إذا نالت رماحهم قوما وليسوا مجازيا إذا نيلوا അമിതമാഹ്ലാദമിൽ അവർ ജയിക്കുന്നേരം അസ്വസ്ഥരല്ലെന്നു തോൽക്കുമ്പോഴും യംശൂന മഷിയൽ ജിമാലി സുഹരി അസിമുഹും ضرب إذا عرض السود التنابيل കരിമുണ്ടരോടിയകലുമ്പോഴും ധീരമരുവാഹനം കണക്കടിവെച്ചവർ لا يقع الطعن إلا في نحورهم وما لهم من حيال الموت تهليل വിരിമാറിലല്ലയോ പ്രഹരമേൽക്കുന്നത് മൃത്യുക്കയത്തിൽ നിന്നോടില്ലവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ മമ്മൂട്ടി സഖാഫി കട്ടയാട്. ഏകദേശം 10-25ഓളം വർഷങ്ങളായി ഞാൻ അറബി ഭാഷയ്ക്ക് സേവനം ചെയ്യുന്നു. 10ഓളം ക്ലാസിക്കൽ കവിതകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പല പുസ്തകങ്ങളും പല കാവ്യങ്ങളും പദ്യപരിഭാഷയായി തന്നെ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അതിന് ഞാൻ യോഗ്യനായതുകൊണ്ടല്ല, അത് എൻ്റെ ഒരാഗ്രഹവും വാശിയുമായിരുന്നു. ഞാൻ എത്രത്തോളം അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല, അത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. എന്നാലും ഞാൻ നിരാശനല്ല. ആശയങ്ങൾ പരമാവധി ചോർന്നു പോകാതെ തന്നെ മലയാള കാവ്യത്തിലേക്ക് മൊഴിമാറ്റം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്ത് മലയാള ഭാഷയിൽ പ്രത്യേകിച്ച് വൃത്തവും പ്രാസവുമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ എഴുതുന്നവരെ തന്നെ ഒരു പഴഞ്ചന്മാരും പുതിയ ലോകത്തോട് സംവദിക്കാൻ കഴിയാത്തവരുമായൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ഭാഷയുടെ സംസ്കാരവും അതിൻ്റെ സൗന്ദര്യവും
എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടിയാണ് ഞാനിത് പലതും പ്രാസ വൃദ്ധ നിബന്ധമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. പൊതുവേ കവിതകൾക്ക് ആസ്വാദകർ കുറവാണ്. പക്ഷേ ഇങ്ങനെ എഴുതുന്ന കവിതകൾ കാലത്തെ അതിജീവിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. നമ്മുടെ ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം ഈ കാവ്യങ്ങൾക്കും പ്രസക്തിയുണ്ട്. ഫോട്ടോഗ്രഫിയൊക്കെ വന്ന സമയത്ത് ആളുകൾ വല്ലാതെ ആകുലപ്പെട്ടിരുന്നു. ഈ പുരാതന മോഡലിൽ ചിത്രങ്ങളൊക്കെ വരക്കുന്ന ആളുകളുടെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന്. പക്ഷേ അത് ശരിയല്ല എന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ചിത്രകലാരൂപത്തെ പ്രശംസിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം ഒരു ഭാഷയുടെ തനിമ നിലനിൽക്കണമെങ്കിൽ ആ ഭാഷയുടെ ഗ്രാമർ, അതിൻ്റെ കാവ്യരചനാ രീതി, ഇതെല്ലാം തന്മയത്വത്തോടെ നിലനിൽക്കണം. എല്ലാ ഭാഷകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളുമൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം ഈ പഠനം പാഠ്യവിഷയമായിട്ടും തൊഴിലിൻ്റെ ഭാഗമായിട്ടും ആളുകൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാവ്യത്തെയോ കവിതയെയോ സാഹിത്യത്തെയോ സംസ്കാരത്തെയോ അത്രമേൽ അവഗണിക്കാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭാഷയിൽ ചില സേവനങ്ങൾ ചെയ്യണം, എനിക്കും എന്തെങ്കിലുമൊക്കെ കഴിയുമെന്ന് ഇവിടെ തെളിയിക്കണം. നമ്മുടെ ഭാവനകളും നമ്മുടെ സ്വപ്നങ്ങളും രചനയിലൂടെ സമർത്ഥിക്കാൻ കഴിയണം. ലോകോത്തര ഭാഷയായ അറബിയെ ഈ കൊച്ചു കൈരളിക്കും അവിടുത്തെ മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന ആഗ്രഹം, അതൊക്കെയാണ് ഈ ശ്രമത്തിൻ്റെ പിന്നിൽ. പ്രിയപ്പെട്ടവരെ, പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത് വലിയ ഗായകന്മാരെയോ നല്ല ശബ്ദമുള്ള ആളുകളെയൊക്കെ വെച്ച് മനോഹരമായി പാടിച്ചുകൂടെ എന്ന്. അതിന് എൻ്റെ ഉത്തരം, എൻ്റെ നിലവിലെ സാഹചര്യത്തിന് എനിക്കത് സാധിക്കില്ല എന്നാണ്. അതൊക്കെ വലിയ ചിലവുള്ള കാര്യങ്ങളാണ്. പിന്നെ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ പോകണം. ഇൻഷാ അല്ലാ നമ്മളൊക്കെ ഒരു സെറ്റിലായൊക്കെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ശബ്ദങ്ങളും എൻ്റെ ശൈലിയും കൊണ്ട് തൽക്കാലം എൻ്റെ പ്രിയപ്പെട്ട വാഹനക്കാർ സഹകരിക്കണം. എനിക്കാവുന്നതുപോലെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ സ്ഥിരമായി ഇതിൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് കവിതയുടെ ഒരു പ്രത്യേകത, നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞിരുന്ന് കവിത കേൾക്കുക, കവിത വായിക്കുക, നമ്മുടെ ദുഃഖങ്ങൾ പമ്പ കടക്കും. ആധുനിക ലോകത്ത് പല സൗകര്യങ്ങളും കൂടുമ്പോഴും മാനസികമായ പല സംഘർഷങ്ങളും ഉണ്ടാകും. ആ സമയത്തൊക്കെ നാം കവിതകളും കഥകളും പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം തരും. ജീവിതമെന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം വാങ്ങുക, കുറേ പണമുണ്ടാക്കുക എന്നു മാത്രമല്ല, ആത്മാവിനും കൂടെ ചില സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും നൽകുക എന്നതും കൂടിയാണ്. അല്ലെങ്കിൽ നൈരാശ്യം ബാധിക്കും. ഇങ്ങനെ കവികളെയും സാഹിത്യകാരന്മാരെയും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരാഹ്ലാദം തോന്നും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യത്വം ഉണരും. മനുഷ്യരാണെങ്കിൽ മനുഷ്യത്വം വേണം, സഹജീവി സ്നേഹം വേണം, അനുകമ്പ വേണം.
മറ്റുള്ളവരെ അംഗീകരിക്കാനും സഹായിക്കാനുമുള്ള സന്മനസ് വേണം. ഇതൊക്കെ സാഹിത്യങ്ങൾ നമുക്ക് ചെയ്തു തരും. എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും രണ്ടും എനിക്ക് സന്തോഷമാണ്. എന്നെ വിമർശിക്കുന്നവരോടും എനിക്ക് താല്പര്യമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു മാപിനിയും കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ കവിതയും മറ്റു കവിതകളും നിങ്ങൾ സ്വീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ ടെക്നോളജി യുഗത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ, ലൈക്ക്, ഷെയർ, ഇതൊക്കെ ചെയ്താൽ അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമാകും. അങ്ങനെ പ്രോത്സാഹനം ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും.